സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ LED എപ്പോൾ വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലൈഫ് പറയാനില്ല. അതുപോലെ ഈ ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് റിമൂവബിൾ ആണ്. ഇവിടെ നിന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം. ടയർ ഉണ്ട്, അത് തിരിയുന്ന ടയറാണ് കേട്ടോ. നിങ്ങളുടെ ഈ വരാന്ത എപ്പോഴും ഒരു പണിപ്പുരയാണ്, ഗാരേജ് ആണ് അല്ലേ? മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. കലാകാരന്മാരുടെ വീടും എന്താ വർക്ക് ഏരിയ ഒക്കെ ഫുൾ ടൈം ഇങ്ങനെ അവരുടെ പണിയായുധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അത് നല്ലതല്ലേ അല്ലേ? ഈ ഒരൊറ്റൊരു ബസ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ വിൽക്കും? സാധാരണ KSRTCക്ക് ഈ 2 ഷട്ടറും പിന്നെ ഈ ഒരു ഷട്ടറും ചെറുതാണ്, ബാക്കി എല്ലാ ഷട്ടറുകളും വലുതാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാനന്തവാടി KSRTC ഗ്യാരേജിലുള്ളത്. മാനന്തവാടി KSRTC ഗ്യാരേജ് സർക്കാരിൻ്റെ അല്ല, ഇത് 2 സഹോദരങ്ങളുടെ KSRTC ഗ്യാരേജാണ്. അതിങ്ങനെയാണ് പ്രൈവറ്റായിട്ട് KSRTC ഗ്യാരേജ് തുടങ്ങാൻ പറ്റുമായിരിക്കും. പറ്റുമെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അരുൺ നമസ്കാരം. നമസ്കാരം. അഖിൽ ഹായ്. 2 സഹോദരന്മാരാണ്. പിന്നെ അരുൺ എൻ്റെ ജൂനിയറായിട്ട് ഡിഗ്രിക്ക് പഠിച്ച ആളാണ്, സുവോളജി അല്ലേ? അതെ, സുവോളജി. യെസ്. പിന്നെ സുവോളജിയിൽ നിന്ന് മെല്ലെ മാറി ഇപ്പോൾ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യണം. അതെ, ഞാൻ അംബേദ്കർ സ്കൂളിൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ. ഞാനിവിടെ മാനന്തവാടി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യണം. 2 പേരും ജോലിക്കാരാണ്. അതിനിടയിലാണ് വേറൊരു വിസ്മയ കാഴ്ച ഇവർ വീട്ടിൽ തന്നെ തീർത്തിരിക്കുന്നത്. ഒരു മിനി KSRTC ഗ്യാരേജ്. ഇത് കണ്ടോ? ഒരു KSRTCയുടെ എല്ലാ സവിശേഷതകളും അതുപോലെ ആക്കി മിനിയേച്ചർ രൂപത്തിൽ അവരാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വലിയ KSRTC ഉണ്ട്, ചെറിയ KSRTC ഉണ്ട്, കട്ടപ്പുറത്ത് കിടക്കുന്ന KSRTC ഉണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്ന പല KSRTCകളുണ്ട്. പണി തീർന്നു കിടക്കുന്ന KSRTC ബസ്സുകളുടെ ഹീറോ ഇപ്പോൾ മാവേലിക്കര സീതാമൗണ്ട് റൂട്ടിലോടുന്ന KSRTC. ഈ ബസ് കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും മിക്കവാറും. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരന്മാർ KSRTC എന്താ ഒരു കൺസെപ്റ്റ്, ഒരു മിനിയേച്ചർ കൺസെപ്റ്റ് തുടങ്ങി അല്ലേ? യെസ്. എന്താണ് KSRTC ഇങ്ങനൊരു മിനിയേച്ചർ രൂപത്തിലാക്കി ഇങ്ങനെ ഉണ്ടാക്കിയ കൊള്ളാം അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? നമുക്ക് KSRTCനോട് അത്രയും താല്പര്യമുണ്ട്, വലിയ ഇഷ്ടം. KSRTCയുള്ള പ്രാന്താണ്, സ്ഥാനവണ്ടി പ്രാന്തന്മാരാണ് രണ്ടുപേരും. അപ്പോൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ നന്നായിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഒറിജിനൽ വണ്ടിയുടെ മുഴുവൻ സ്കെയിലും എടുത്തിട്ട് അതിനെ തന്നെ ചെറുതാക്കി നമ്മളൊരു 10 സെന്റിമീറ്ററിലേക്ക് ചുരുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അളവ് മെഷർമെന്റ് എല്ലാം കറക്റ്റാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസ് അതിനകത്ത് ചെയ്തിട്ടില്ല. ഒരു KSRTC 10 സെന്റിമീറ്ററിലേക്ക് എങ്ങനെ നമ്മൾ ചെറുതാക്കുന്നോ അതാണ് അതിന്റെ ഔട്ടറായിട്ട് വന്നിട്ടുള്ളത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുക. അപ്പം എത്ര പെർഫെക്റ്റ് ആയിരിക്കും അതിന്റെ എല്ലാ മെഷർമെന്റുകളും, പിന്നെ അതിന്റെ ഓരോ സ്കെയിൽ അളവ് എല്ലാം കറക്റ്റ് ആണ്. രണ്ടുപേരും കട്ടക്ക് ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു വീട്ടില് എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കഴിവ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവും, ബാക്കിയുള്ളവർ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിരിക്കും. എനിക്ക് താല്പര്യമില്ല, അവനെന്താ പ്രാന്തൊക്കെ ഉണ്ടെന്ന് പറയാം, അങ്ങനെ ആയിരിക്കും സ്വാഭാവികം. പക്ഷേ ഇവിടെ 2 പേര് കട്ടക്ക് കേട്ടേണ്ടത് ഇപ്പോൾ ഉണ്ട്. അതൊരു കൗതുകമായിട്ട് കാര്യം കേട്ടോ. കൊള്ളാം, കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മിനിയേച്ചർ KSRTCയുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. കൊള്ളാം കേട്ടോ. മാവേലിക്കരയുടെ ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോങ് ഓടുന്ന ഒരു സൂപ്പർ ഫാസ്റ്റുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള, അതായത് KSRTC പ്രാന്തമുള്ള ഏതൊരാൾക്കും നല്ലോണം അറിയുന്ന ഒരു വണ്ടിയായിരിക്കും ATC 31 മാവേലിക്കര സീതാമൗണ്ട്. എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആണ്. അപ്പം പിന്നെ മാവേലിക്കര എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലുള്ളൊരു സീതാമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഫേമസ് അല്ലാത്തൊരു സ്ഥലം, കാരണം അവിടെ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവിടത്തേക്ക് വരുന്ന അത്രയും ലോങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ആ വണ്ടി ചെയ്യാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു വണ്ടി വേറെ ആരും മിനിയേച്ചർ ചെയ്ത് കണ്ടിട്ടില്ല. സാറിന് എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു വണ്ടീന്റെ ഇത്രയും ഡെമോ നല്ല രീതിയിൽ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ വണ്ടിനോട് അത്ര ഇഷ്ടമുള്ളത്. പിന്നെ അതിൽ യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു, അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഈ വണ്ടിയൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ടേക്കുള്ള പെർമിറ്റ് നിർത്താൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ബുക്കിംഗ് വണ്ടികൾ മാത്രമേ ഉണ്ടാവും. അപ്പൊ അങ്ങനെ മാത്രമല്ല ഇത്രയും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന KSRTC വളരെ കുറവാണ്. നമ്മൾ കാണുന്ന സാധാ KSRTC ഇങ്ങനെയൊന്നും ഒരു ഗുമ്മാണ്. ശരിയാണ്. ഞാൻ രാവിലെ വർക്കിന് പോകുന്ന സമയത്ത് ഈ വണ്ടി കണ്ടിട്ട് നമ്മളിപ്പോൾ നോട്ട് ചെയ്യാറുള്ള ഇത് എത്ര തീർന്നുണ്ടല്ലോ പെട്ടെന്ന്. പ്രത്യേകിച്ച് അതിന്റെ സ്റ്റിക്കർ വർക്കുകൾ, മുമ്പിലത്തെ വർക്കുകൾ കണ്ടില്ലേ, അതൊക്കെ നിങ്ങൾ പിന്നെ ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ ഞങ്ങൾ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നില്ല എന്നുള്ളൂ. സാധാരണ ശരിക്കും വണ്ടിന്റെ അടിയിൽ ഇതേപോലെ തന്നെ സ്റ്റിക്കർ ഉണ്ട്, അതായത് ഹരിപ്പാട്, പിന്നെ അങ്ങനെ സ്റ്റിക്കർ സൂക്ഷിച്ച് നോക്കണം. അപ്പൊ ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹരിപ്പാട്, ആലപ്പുഴ, അതുപോലെ വൈറ്റിൽ, അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോട്, ബത്തേരി, അതായിട്ട് ശ്രീരാമുണ്ട്. അങ്ങനെ തന്നെയാണ് അതിന്റെ ബോർഡിലുള്ളത്. സെയിം ബോർഡ് അതേപോലെ തന്നെ ഡെമോ ചെയ്തതാണ് ഞങ്ങള്. അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം എടുത്തു. പിന്നെ അത് ടെക്നിക്കൽ സഹായങ്ങൾ. അപ്പം നിങ്ങളിത് KSRTC ഗ്യാരേജിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടാണോ ചെയ്തത്? നമ്മൾ KSRTCയിൽ എടുത്തിട്ടുണ്ടായിരുന്നു.
അതിന്റെ കൂടെ തന്നെ നമ്മൾ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു, എങ്ങനെയായിരിക്കും ബസ്സിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല പിന്നെ നെറ്റിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് അവൈലബിൾ ആണല്ലോ, അതെല്ലാം വെച്ച് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് ഈ വണ്ടി മൊത്തം ചെയ്തത്. പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരോട് ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഓരോ മെഷർമെന്റ് വരുന്നത്, എന്തൊക്കെ ബാക്കിയുള്ള ബസ്സുകളിൽ നിന്ന് എന്താണ് ഇതിന്റെ വ്യത്യാസമുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ KSRTCയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് KSRTC കുറിച്ച് അറിയാം. സാധാരണ KSRTCക്ക് ഈ 2 ഷട്ടറും പിന്നെ ഈ ഒരു ഷട്ടറും ചെറുതാണ്, ബാക്കി എല്ലാ ഷട്ടറുകളും വലുതാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ പറയുവാണെങ്കിൽ ആകെ 2.5 സെന്റിമീറ്റർ ഒക്കെ ഇതിന് വിട്ടും വരുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും പെർഫെക്റ്റ് ആയിട്ട്. അതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഡോർ അതുപോലെ തന്നെ അതുപോലെ ഇതിന് എടുത്തിരിക്കുന്ന ഓരോ മെഷർമെന്റും അതിന്റെ പെർഫെക്റ്റ് സ്കെയിൽ അളവ് തന്നെയാണ് വന്നിരിക്കുന്നത്. അകത്തുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫോം ഷീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മൾട്ടിവുഡിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സ്ട്രെങ്ത് വരേണ്ട പാർട്ടുകൾ നമ്മൾ മൾട്ടിവുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ ഡ്രൈവർ ഡോർ അടക്കം ഓപ്പണബിൾ ആയിട്ടുള്ള എല്ലാം തുറക്കാൻ പറ്റുന്നത്. അതിനകത്തുള്ള പെയിന്റിംഗ് ആണ്. പിന്നെ സീറ്റ്, ആ ഡ്രൈവറിന്റെ സീറ്റ് എപ്പോഴും നെറ്റിന്റെ സീറ്റ് ആയിരിക്കും, അതൊരു കുഷ്യൻ സീറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ ഉള്ളിൽ ഗിയർ കാര്യങ്ങൾ മീൻസ് ഇതിന്റെ ഉള്ളിൽ ആക്സിലേറ്റർ ബ്രേക്ക് അടക്കം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. സെക്ഷൻ ആയിട്ട് പണിതാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. മാത്രമല്ല ടയറുകളൊക്കെ തിരിക്കാൻ ഈ ടയർ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതല്ലേ? ചെറിയ കളിവണ്ടിയുടെ പൊട്ടിച്ചെടുത്തിട്ട് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. ഈ മെറ്റീരിയൽ എന്താണ്? സെയിം UPVC തന്നെയാണ്. ഇതങ്ങനെ കൂട്ടി ഒട്ടിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാം റണ്ണിങ് ആണ്, വർക്കിംഗ് കണ്ടീഷൻ ആണ് മൊത്തത്തിൽ. ഇത് റിമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സാധനമാണ്, വേണമെങ്കിൽ അത് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടില്ല റിമോട്ടിൽ, കാരണം അത് കുറച്ചും കൂടെ വലിയ കോസ്റ്റ് വരുന്നതുകൊണ്ടാണ് ചെയ്യാം. പിന്നെ നമ്മൾ ലോക്ക്ഡൌൺ ഡേയ്സിലാണ് നമ്മൾ ഇത് കൂടുതൽ ചെയ്തത്, അപ്പോൾ ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടാണ് സത്യം തീർച്ചയായിട്ടും. ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്, ലോക്ക്ഡൌൺ കാലയളവിൽ കുറേ കലാകാരന്മാരെ തലബന്ധിച്ച് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇത്രയും കഴിവുണ്ടെന്ന് അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായി കഴിഞ്ഞപ്പോഴായിരിക്കും ഞാൻ ഇത്രയും വലിയ സംഭവമാണെന്ന് തോന്നുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ വർക്കുകളൊക്കെ ചെയ്ത് തുടങ്ങിയിരുന്നു. കാരണം പിന്നെ ചിത്രരചനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തു എന്നുള്ളതാണ് വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു വർക്ക്, ഒരു KSRTCന്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് സംഭവം റോട്ടിൽ ഇറക്കണമെങ്കിൽ എത്ര രൂപ ചിലവുണ്ട്? ഒറിജിനൽ അല്ല, ഇതിന് നമുക്കിപ്പോൾ ഏകദേശം ഒരു 4500 രൂപ ആ റേഞ്ചിൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഏകദേശം മെറ്റീരിയലും അതിന്റെ ഉള്ളിലുള്ള ബാക്കി സംവിധാനങ്ങളൊക്കെ എത്ര ദിവസം ഇരിക്കേണ്ട ഒരു ഒറ്റ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ? ഒരു 12 ദിവസം ഇരുന്നാലാണ് നമുക്ക് ഇത്ര കൃത്യമായിട്ടുള്ള അളവിൽ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിന്റെ ഓരോ സംഭവം ചെയ്ത് തീരുമ്പോഴും ഇതിന്റെ പെയിന്റിങ് ഓരോന്നിനൊക്കെ വരുമ്പോൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ മാത്രമല്ല നമ്മൾ പിന്നെ വയറിംഗും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റ് ഒക്കെ കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുണ്ട്, ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് രാത്രിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ് ആണ്. അതിന്റെ നല്ല ലൈറ്റ് ആണ്, പവർ ലൈറ്റ് ആണ് അത്. കടുകട വ്യത്യാസം ഇല്ലാതെ അതേ മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര കോൺഫിഡന്റ് ആണ്, ഒരു മാറ്റം ഇല്ലെന്നല്ലേ? അപ്പൊ ഇതേപോലെ ഇനിയിപ്പോ എത്ര വണ്ടി വരെ നമുക്ക് ചെയ്യാം. കാരണം ഈ ഒരു സ്കെയിലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. പിന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി ഫുൾ ടൈം ബിസിനസ് ആക്കാൻ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ? കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. കാരണം നമ്മൾ അതിന്റെ കൂടെ വേറെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഓൾറെഡി ജോലി ഉള്ളതുകൊണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ ആ സമയം എടുത്തിട്ട് നമ്മൾ ആ സമയം പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഈ ഒരു ഒറ്റൊരു ബസ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ വിൽക്കും? ഇത് നമ്മൾ ഏകദേശം ഒരു 7500 രൂപയാണ് നമ്മൾ. അധ്വാനത്തിന് വില വേണമല്ലോ. കേൾക്കുമ്പോൾ വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം പക്ഷേ ഇതിൻ്റെ പിന്നിൽ അത്ര അധ്വാനമുണ്ട്. കാരണം അത്ര പെർഫെക്റ്റ് ആണ് ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല, അത്ര എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ എഫേർട്ടിനുള്ള പൈസയാണ് 7000 രൂപ. അത് ഭയങ്കര കത്തിയാണെന്ന് ആരും പറയരുത്, അത് പറയാൻ അല്ല, അത് സംഭവം ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കി നോക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാം. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇത്ര റേറ്റ് കത്തിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഇത്ര ഇല്ല. കാരണം ഈ മെറ്റീരിയലിന്റെ വില ആൾക്കാർ അറിയില്ല. ഇതിന്റെ പണിയെടുക്കുന്നതിന്റെ എഫേർട്ട്, ഇപ്പൊ നമ്മൾ ഓരോ സമയം എടുത്ത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്, അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ ഇതൊരു കളിപ്പാട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു എന്താ പറയുക, കിഡ്സിന്റെ ടോയ് അല്ലല്ലോ. അതന്നെയാണ് മാറ്റം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു പർപ്പസിലല്ല ഉണ്ടാക്കുന്നത്. ടോയ് ആയിട്ട് ഉപയോഗിക്കാം, പക്ഷെ ഇത്രയും വില കൊടുത്തിട്ട് ആൾക്കാർ ഇതൊരു ടോയ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റിംഗ് മെറ്റീരിയൽ ഒക്കെ ആയിട്ട് ആ ഒരു ഐഡിയ എപ്പോഴും നമ്മുടെ കെട്ടുകളും കഥകളീന്റെ തലയൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് കേരളത്തിൽ നിങ്ങൾ എത്ര എണ്ണം വിറ്റു ഇതുവരെ?
നമുക്കിപ്പോൾ 2 എണ്ണം സെയിലായിട്ടുണ്ട്. 2 എണ്ണം സെയിലായിട്ടുണ്ട്. ഇതൊക്കെ സെയിലാവാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇപ്പൊ കസ്റ്റമർ പറയുന്ന റൂട്ടാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അവർ പറയുന്ന റൂട്ട്, ആ റൂട്ടിൽ ഓടുന്ന ഒരു വണ്ടീന്റെ ബാക്കി നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ വണ്ടി നമ്മൾ എന്താക്കുന്നത് പുറത്തേക്ക് കൊടുത്തു കൊടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും അതിന്റെ ഉള്ളിലുള്ള ഓരോ നമ്പർ ഡീറ്റെയിൽസ് വരെ നമ്പർ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് അതിലത് കൊടുക്കുന്നത്. ഇപ്പം ഈ വണ്ടിയുടെ, അതായത് സീതാമൗണ്ട് വണ്ടിയുടെ നമ്പർ KL15A1952, അതാ നമ്പർ തന്നെ നമ്പർ ATC 31 എന്നുള്ള നമ്പറിലുള്ള ഡിപ്പോയിലുള്ള വണ്ടിയാണ്. ഇനിയിപ്പം അടുത്ത് പോകുന്ന ഒരു ഗുരുവായൂർ ബസ്സാണ്. അപ്പൊ നമ്മൾ ഗുരുവായൂർ ബസ്സിന്റെ അവിടുത്തെ ഡിപ്പോ നമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വ്ലോഗ് കാണുന്ന ഏതെങ്കിലും KSRTC ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ അവർ വായി മുടിച്ചിരിക്കും. എനിക്ക് പോലും അറിയില്ലല്ലോ. ഞങ്ങളിതിപ്പോ മാനന്തവാടി ഡിപ്പോയിൽ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ തന്നെ നമ്മളോട് പറഞ്ഞു, അവർക്കൊരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് അവർക്ക് കൊടുക്കുന്നെങ്കിൽ കിട്ടുന്ന ആൾക്കും അത് ഭയങ്കര സന്തോഷമായി. കാരണം അവരവിടെ സർവീസ് ചെയ്ത ഒരാളാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമ്പോൾ അവർക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റും. എപ്പോഴും ബസ് കാണാൻ ഗ്യാരേജിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ LED എപ്പോൾ വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുപോലെ ഈ ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് റിമൂവബിൾ ആണ്. ഇവിടെ നിന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം. ടയർ ഉണ്ട്, അത് തിരിയുന്ന ടയറാണ് കേട്ടോ. ഇതിവിടെ റണ്ണിങ് ആണ്, ഇവിടെ ഇതും റണ്ണിങ് ആണ്. ഇങ്ങനെ ഇത് ചുമ്മാ വെച്ചതല്ല, അത് ശരിക്കും ബസ്സിന്റെ അതേ സിസ്റ്റം വണ്ടിയുടെ ആക്സിൽ സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് എഫേർട്ട് ഉണ്ട്. മാത്രമല്ല ഇത് നമ്മൾ ചെറിയൊരു സസ്പെൻഷനും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ മിനിയേച്ചറിൽ അങ്ങനെ സസ്പെൻഷൻ ഉണ്ട്. വെച്ചിട്ട് കാണിക്കാം. അങ്ങനെ ചെയ്യുന്ന വളരെ കുറവാണ്. കാരണം ആൾക്കാർക്ക് അത് ഭയങ്കര മിനിയേച്ചർ എന്ന് പറയുന്നതാണ് ഒരു ഡെമോ മോഡല്, ജീവച്ഛമായിട്ടിരിക്കുന്ന സംഭവം. അത്രേ ഉള്ളൂ. ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന. ഇനി ഇത് ഓടിക്കാനും കൂടെ ഉള്ള സെറ്റപ്പ് ആവട്ടെ. റിമോട്ട് കൺട്രോൾ ഒക്കെ ഓടിക്കാനൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ഓർഡർ കിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിൽ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അത്ര റേറ്റ് വരും അതിന്. ഏകദേശം 15,000 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അതായത് ഈ വണ്ടിയുടെ റേറ്റും ആ ചേസിന്റെ റിമോട്ട് കൺട്രോളിന്റെ ചേസിന് നമ്മൾ ഈ ചെയ്യുന്ന സൈസിന് തന്നെ ഏകദേശം 6,000 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വർക്കിംഗ് കോസ്റ്റ് വരുമ്പോൾ ഏകദേശം 10-12 രൂപേന്റെ മേലെ വരും. പിന്നെ അത് ഭയങ്കര ശരിയാണ്. വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ അരുൺ എന്താ പറയുക, ഇങ്ങനെയൊരു ഡിസൈനർ മാത്രമല്ല, ഒരു നല്ലൊരു ചിത്രകാരനും കൂടിയാണ് അല്ലേ? ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത്? ഞാൻ പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഒരു ടോപ്പ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആർട്ടും കൂടി ഞാനിപ്പോൾ ചെയ്ത് വരുന്നുണ്ട്. അത് അധികാരം ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. അതിന് ടോപ്പ് ആർട്ട് എന്നാണ് പേര് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ട്രാൻസ്പെറന്റ് ആർട്ടിന് ഞാൻ ടോപ്പ് ആർട്ട് എന്ന് ചെറുതാക്കി വിളിച്ചിട്ട് അങ്ങനെ ആ പേരിലങ്ങ് ചെയ്ത് കൊടുക്കുന്നു. കൊള്ളാം. എന്നാലും ആ വർക്ക് കൂടെ കാണണം. അത് കാണാം. പണ്ടേ ഇവന്മാർ ബിരുദന്മാരാന്നാ പറയുന്നത്. എൻ്റെ ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവരുണ്ടാക്കിയത് കേട്ടോ. 2 ഓട്ടോറിക്ഷ ഉണ്ട്, ഒരു ബസ് ഉണ്ട്, ഒരു ഒമിനി ഉണ്ട്. ഒമിനി നോക്കി 8ൽ പഠിക്കുമ്പോഴോ? കുടുംബം കൂടെ ഉണ്ട്. ഇങ്ങോട്ടും എല്ലാവരും ഇതാണ് കേട്ടോ ഇവരുടെ കുടുംബം. ഒരാൾ കൂടെ ഉണ്ട്. ഓടിയോ? എന്റെ പേര് പറഞ്ഞില്ല, എന്നെ കാണിച്ചില്ലെങ്കിൽ തല്ലി കൊല്ലുന്ന പറഞ്ഞ ആളാണ്. അഹല്യ. അപ്പൊ കറക്റ്റ്. ഓക്കെ. അഹല്യ എന്ത് ചെയ്യുന്നത്? TTC ആണ്. ടീച്ചറാണ്. എന്നിട്ടാണ് അകത്തേക്ക് ഓടിയത്. കമ്പ്യൂട്ടർ കഴിഞ്ഞ് ഇപ്പൊ പ്രീ പ്രൈമറി ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു TTC കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ 2ാമത്തെ TTC കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കട്ട സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. അതിനല്ലേ മാർക്കറ്റിംഗ് ഹെഡ്. ഞാനാണ് ഇവരെ സാധനങ്ങളൊക്കെ സെയിലാക്കുന്നത്. അരുണിന്റെ ട്രാൻസ്പെറന്റ് ആർട്ട് എന്താണ്? പുറത്ത് മഴ ആയത് കാരണേ. ഓക്കെ മഴ കാണുന്നുണ്ട്. കൊള്ളാം കേട്ടോ. രസമുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണോ? ഇതൊക്കെ ഇത് സെയിലായതാണ്. കസ്റ്റമർ വന്നിട്ട് കസ്റ്റമൈസ് ഇത് നമ്മൾ പിന്നെ ചെയ്തിട്ട് കൊറിയർ ഇതായി അയക്കുകയാണ് ചെയ്യുക. എത്ര വരും? ഇതിപ്പം A3 സൈസ് ആണ് വരുന്നത്. 2 പേരുള്ള ഫിഗറിനനുസരിച്ചിട്ടാണ് ഇതിന് പൈസ. ഗ്ലാസ് ആണ്, പ്യൂർ ഗ്ലാസ്. ഇത് അക്രലിക് ഷീറ്റ് ആണ്, ഗ്ലാസ് അല്ല. അക്രലിക് ഷീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്ക് കൊറിയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അക്രലിക് ഷീറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. നിങ്ങളുടെ ഈ വരാന്ത എപ്പോഴും ഒരു പണിപ്പുരയാണ്, ഗാരേജ് ആണ് അല്ലേ? മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കലാകാരന്മാരുടെ വീടും എന്താ വർക്ക് ഏരിയ ഒക്കെ ഫുൾ ടൈം ഇങ്ങനെ അവരുടെ പണിയായുധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അത് നല്ലതല്ലേ അല്ലേ? ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. നിങ്ങളുടെ ടീമിന്റെ പേജാണ്. എല്ലാ വർക്കുകളും നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാ അക്കൗണ്ട് അല്ലേ? ഇൻസ്റ്റയിലും വടക്കൻ ആർട്ടിസ്റ്റ് എന്നുള്ള പേജ് ഉണ്ട്, ഫേസ്ബുക്കിലും വടക്കൻ ആർട്ടിസ്റ്റ് പേജ് ഉണ്ട്. ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്, നോക്കിയോ.
ഓക്കെ. എനിക്കതല്ല, എനിക്ക് ചേട്ടൻ ഇങ്ങനെ കട്ടക്കായിട്ട് കണ്ടിട്ടാ ഇങ്ങനെയൊന്നും ഒരു കുടുംബത്തിൽ സംഭവിക്കാന്ന് എനിക്ക് അയ്യോ ഞാൻ വെറുതെ പറയില്ല. ഇനി തുടർന്ന് ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. വാലക്കനാട്സ് പറഞ്ഞൊരു പിന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾ ചെയ്യുന്ന വർക്കിങ്ങിന്റെ ഒക്കെ ഒരു എന്താ പറയാ മോഡൽസ് മീൻസ് എങ്ങനെയാണ് അതിന്റെ മേക്കിംഗ് വീഡിയോ എന്നുള്ളതിന്റെ ഒക്കെ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളും മിനിയേച്ചർ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമാവുന്ന രീതിയിൽ അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. കയറി കാണാം. ചെയ്യാം. അടിപൊളി. ഞങ്ങളത് മെൻഷൻ ചെയ്യാം. അത്രേ ഉള്ളൂ. തീർച്ചയായും. അങ്ങനെയാണ്. ഇതിപ്പോ നമ്മൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരു കീ ചെയിൻ പർപ്പസിന് വേണ്ടിയിട്ട് ആകെ 3 സെന്റിമീറ്റർ മാത്രമേ ഇതിന് ഹൈറ്റ് ഉള്ളൂ. അതുപോലെ 2.1 സെന്റിമീറ്റർ 2.1 സെന്റിമീറ്റർ വിഡ്ത്ത്. പിന്നെ ടോട്ടൽ മെറ്റീരിയൽ എന്താണ്? അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും നിൽക്കുന്നു. സാധാരണ കീ ചെയിൻ ഉപയോഗിക്കുന്ന പോലെ റെക്സിൻ ഇല്ല. അത് മഴ അടിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്കത് ഈ ചെണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കേരളത്തിലെ അപ്പൊ നമ്മള് അതിന് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പല സ്ഥലത്തും അന്വേഷിച്ചു, കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാനുണ്ടോന്ന്. പക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് പോലും ഇങ്ങനത്തെ കീച്ചേരി കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതാണ് സത്യം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ത് സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാലും മീൻസ് ഇപ്പൊ ഇങ്ങനത്തെ എന്ത് വാദ്യോപകരണം ഉണ്ടാക്കാൻ പറഞ്ഞാലും നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഓരോ താല്പര്യമുള്ള പലർക്കും പല താല്പര്യമായിരിക്കും. ഒരുപാട് ഓർഡറുകൾ കിട്ടട്ടെ. തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഇതിനകത്ത് ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഇത് നമ്മൾ ആദ്യമായിട്ട് എന്താ പറയാ കമ്മൗണ്ട് അവരുടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഗുണം പിടിക്കും. ഇതിന്റെ 1-2 സാധനം കൂടി വന്നു കഴിഞ്ഞാൽ ഇത് കീച്ചേന്റെ ഒരു കീയും കൂടി വരാണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പുറത്തേക്ക് കൊടുക്കാം. ഇത് ഞങ്ങൾ നല്ല രീതിയിൽ ചെയിനും കൂടെ കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി പീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ളതാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. രണ്ട് പൈപ്പും പിടിച്ചോണ്ട് ആളുകൾ ഞങ്ങൾ ഓരോന്നിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മാക്സിമം വേസ്റ്റിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വർക്കിംഗ് കോസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സഖാവ് വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ദാസേട്ടന് കൊടുക്കാൻ എന്താ മിഴിവെന്ന് നോക്കിയ പിക്ചറിനൊക്കെ ദാസേട്ടന് കൊടുക്കാൻ വേണ്ടി ചെയ്തത്. ഇത് നമുക്ക് ഇങ്ങനെ വർക്ക് വരുന്നതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നല്ല സമയം എടുക്കും. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കാണുമ്പോൾ തരാം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്. മൂപ്പരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ കണ്ടുകൊണ്ടട്ടെ. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് മൂപ്പർക്ക് എവിടെയും വരാൻ പറ്റുന്നില്ല. പിന്നെ ഏകദേശം ഫോട്ടോസ് എല്ലാം നമ്മുടെ പേജിലുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് കാണാൻ പറ്റും. വടക്കൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. നിങ്ങളുടെ ടീമിന്റെ പേജാണ്. എല്ലാ വർക്കുകളും നമ്മൾ അതിനകത്ത് ഇൻസ്റ്റയിലും വടക്കൻ ആർട്ടിസ്റ്റ് എന്നുള്ള പേജ് ഉണ്ട്. ഫേസ്ബുക്കിലും വടക്കൻ ആർട്ടിസ്റ്റ് എന്നുള്ള പേജ് ഉണ്ട്. ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ടോ നോക്കിയോ. ഓക്കെ, ഇതൊരു കലാകുടുംബമാണ് കേട്ടോ. ഇത് അമ്മയുടെ ചെയ്യുന്നതാണ് ഇത്രയും വർക്കുകളൊക്കെ. ഇങ്ങനത്തെ അമ്മയുടെ ടൈം പാസ് മയില് എങ്ങനെയാണ് ഇത് മയില് അത് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്തതാണ്. ഇത് തുന്നേ ഉള്ളൂ, മുഴുവനായില്ല. പാരമ്പര്യമായിട്ട് വാസന കിട്ടിയിട്ട് വെറുതെ അല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. കൊള്ളാം കേട്ടോ. ഒരു കലാകുടുംബം തന്നെയാണ്, എന്തുകൊണ്ടും പറയാൻ പറ്റുന്ന ഒരു കലാകുടുംബം തന്നെയാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വന്നേ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടിപൊളി, നല്ല കിടിലൊരു വ്ളോഗ്. നമ്മൾ ഒരു ഗ്യാരേജ് വന്ന ഫീൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ഒരു വർക്ക്ഷോപ്പിൽ പോയ പോലും തോന്നി. വളരെ ഉഷാറായിട്ടുണ്ട്. അപ്പം ഇത്ര കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ വർക്കുകളൊക്കെ മേടിക്കുക. എന്നാലും നല്ല പ്യൂർ ഹാൻഡ് മെയ്ഡ്, നല്ല ഗ്യാരണ്ടി പറയുന്ന വർക്കുകളാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് വർക്ക് ഇട്ടട്ടെ. കമൗണ്ട് എവരിബഡിയുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് മേടിച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് കമൗണ്ട് എവരിബഡി വീണ്ടും വരുന്നതായിരിക്കും. പിഞ്ചില്ലാത്തതിൻ്റെ കുറവ് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉഷാറാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ബൈ പറഞ്ഞേ. ബൈ.